ഹലോ നമസ്കാരം. നമ്മൾ സാറ്റിക സ്റ്റോറീസിൻ്റെ എപ്പിസോഡ്സൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലപോലെ രീതിയിൽ തന്നെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എവിടെ പോകുന്നു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളുടെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആക്ച്വലി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സാറ്റിക സ്റ്റോറീസിൻ്റെ ഒരു വലിയ ബണ്ടിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതായത് നമ്മുടെ ഓണത്തിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുർത്തി വേണമെന്ന് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു സ്റ്റോക്കും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ എല്ലാ കാറ്റഗറിയിലും, അതായത് കുർത്തി, പിന്നെ ഐ തിങ്ക് 2 പീസ് സെറ്റ് ഉണ്ട്, പിന്നെ സാരീസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ അന്ന് എറണാകുളം ട്രിപ്പിൽ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്ച്വലി പനിയും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കിടന്നുപോയി. അതുകൊണ്ട് നമുക്കതൊന്നും അൺബോക്സ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാറ്റിക സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഡ്രീം ആക്ച്വലി എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള ഹർഷയ്ക്കും അതോടൊപ്പം തന്നെ ശ്രീജ ചേച്ചിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു സാധാരണ അത്യാവശ്യം എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു വലിയ ഡ്രീമാണ് ഒരു ഓൺലൈൻ ക്ലോത്ത് സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളും അങ്ങനെ 3 പേരും ഡ്രീം ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനൊരു കൊളാബറേഷൻ ഞങ്ങൾ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ ആ ഒരു കൊളാബറേഷൻ കൊണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൊരു പോസിറ്റീവ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ഇന്ന് ഒരുപാട് ദിവസം കൂടി ചേച്ചീനെ വിളിച്ചു. ചേച്ചി എന്തായി, നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ, പ്രൈസൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് കൊടുക്കണ്ടേ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു. സോ ഈ കൊളാബറേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ് ഇത്. അതായത് ഇപ്പോൾ നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഒക്കെ നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു കൊളാബറേഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇന്നിപ്പോൾ ഈ ഒരു സന്ധ്യാസമയമാണ്. ഈ സമയത്ത് ഞാൻ ഇപ്പം ഹർഷ എന്നെ നോക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ശ്രീ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം.